शारी मेरी രാജേശ്വരി നേരു പറഞ്ഞാൽ പിണങ്ങല്ലേ, കൂലിക്കാളിനെ വിട്ടെന്നെ തല്ലല്ലേ കൊല്ലല്ലേ. ശാരി മേരി രാജേശ്വരി. ശാരി മേരി രാജേശ്വരി, ഓ ശാരി മേരി രാജേശ്വരി നേരു പറഞ്ഞാൽ പിണങ്ങല്ലേ, കൂലിക്കാളിനെ വിട്ടെന്നെ തല്ലല്ലേ കൊല്ലല്ലേ. ശാരി മേരി രാജേശ്വരി, ശാരി മേരി രാജേശ്വരി. അഞ്ചു വയസ്സുള്ള പ്രായം വരെ നിങ്ങൾ വെൺപനി പൂവുകളായിരുന്നു. ഓ 5 വയസ്സുള്ള പ്രായം വരെ നിങ്ങൾ വെൺപനി പൂവുകളായിരുന്നു. 15 കഴിഞ്ഞപ്പോൾ നെഞ്ചിനകത്തേതോ പഞ്ചവാദ്യമേളമായിരുന്നു. 15 കഴിഞ്ഞപ്പോൾ നെഞ്ചിനകത്തേതോ പഞ്ചവാദ്യമേളമായിരുന്നു. 18 കഴിഞ്ഞപ്പോൾ 1000 പ്രേമത്തിൻ പുഷ്പങ്ങൾ തട്ടിയെറിഞ്ഞു നിങ്ങൾ. പാവം വിഡ്ഢികൾ കാമുകന്മാർ കെട്ടിത്തൂങ്ങി മരിച്ചപ്പോൾ അട്ടഹസിച്ചു ചിരിച്ചു നിങ്ങൾ. ശാരി മേരി രാജേശ്വരി. ശാരി മേരി രാജേശ്വരി, ശാരി മേരി രാജേശ്വരി. പക്കാല നിലപാടി, പക്കാല നീലപാടി, പക്കാല ഗരി ധരി ധനി 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 ധ പമ പദനി മപദ സനി ഗമ പദനി ധ ഗരി സ ഗരി ധനി ധ പമ പദനി സനി ധ പമ ഗരി ഗമ പദ. പക്കാല പക്കാല പാടിയ നിങ്ങളുടെ ചുണ്ടത്ത് പൊട്ടി വിരിഞ്ഞത് ഏക് ദോ തീൻ 6 7 8 9 10 11 12 13. 1 2 3 4 5 6 7 8 9 10 11 12 13. तेरा करो डिंग 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 इंतजार आजा सनमाई बहार. കോപ്പി അടിച്ചും കൈക്കൂലി കൊടുത്തും PDCBSE MSc ആയി. കോപ്പി അടിച്ചും കൈക്കൂലി കൊടുത്തും PDCBSE MSc ആയി. ABCD പറയാൻ അറിയാത്ത നിങ്ങളുടെ വാതുറന്നാൽ ഇംഗ്ലീഷ് പാട്ട് മാത്രം. I love you, can you see that I believe you, oh please give me another little chance. Dubariba, 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 dubariba. अरे शारी अरे मेरी अरे राजेश्वरी, अरे शारी अरे मेरी अरे राजेश्वरी. शारी मेरी राजेश्वरी, शारी मेरी राजेश्वरी.
നേര് പറഞ്ഞാൽ പിണങ്ങല്ലേ, കൂലിക്കാളിനെ വിട്ടെന്നെ തല്ലല്ലേ കൊല്ലല്ലേ. ശാരി മേരി രാജേശ്വരി ഹോയ്, ശാരി മേരി രാജേശ്വരി. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. യശും ഈ കൂടെ ഉള്ള 3 ചേട്ടന്മാരും. ചേട്ടാ എനിക്കും കിട്ടിയ ഒരു ചേട്ടന്. അടിപൊളി, തകർത്തു. എന്ത് പെർഫോമൻസ് ആയിരുന്നു നിങ്ങള് അല്ലേ? യെസ്, ഇൻട്രൊഡ്യൂസ് ചെയ്യവരൊക്കെ. ഞാൻ അബി, തൃശ്ശൂരാണ്, സ്വദേശം. ചേട്ടൻ എന്താ വർക്ക് ചെയ്യുന്നത്? എഡിറ്ററാണ്, സൗണ്ട് എഡിറ്റർ, റെക്കോർഡ്. ഓക്കെ, അടുത്ത ആള് എന്റെ ചേട്ടൻ. അതെ, എന്റെ പേര് രാജ്കുമാർ എന്നാണ്, സ്ഥലം പുക്കാട്ടുപടി. ഞാൻ നാടക ആർട്ടിസ്റ്റ് ആണ്. രാജ്കുമാറേട്ട സൂപ്പറാ. ഇത് പറയുമ്പോൾ അവളുടെ ശബ്ദത്തിന് യാതൊരു എന്റെ പേര് സിറാജ് എന്നാണ്, കോതമംഗലത്താണ് വീട്. മിമിക്രി ഒക്കെ ചെയ്യുന്നു, പിന്നെ വീടിന്റെ അടുത്ത് കുറച്ച് ബിസിനസ് ഒക്കെ ആയിട്ട്. നിങ്ങൾ അടിപൊളിയാണ്. എന്ത് ബിസിനസ്? ഫർണിച്ചർ. പിന്നെ കൂട്ടത്തില് ഇതുപോലെ ഷോസും ഷോസ് ഒക്കെ ചെയ്യുന്നു. മിമിക്രി ഒക്കെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും കാണിക്കോ? അതെ, മിമിക്രി രംഗത്ത് നിന്ന് മലയാള സിനിമയിലേക്ക് കയറിയതാ. മറ്റേ കുടിയൻ ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുള്ള അയ്യപ്പ ബൈജുവിന്റെ ശബ്ദം ചെയ്യാൻ ശ്രമിക്കുക. വഴിയരികിൽ പതിതനായി ചിരിച്ചു നിൽക്കും ബൈജു. മൈ നെയിം ഈസ് ബൈജു. എൻ്റെ പേര് ബൈജു എന്നാണ് കേട്ടോ. എൻ്റെ രീതികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വഴിതെറ്റിയാൽ കാനക്കുള്ളിൽ കിടന്നുറങ്ങും ബൈജു. അയ്യപ്പ ബൈജു, അയ്യപ്പ ബൈജു. എന്തായാലും തകർത്തു. നിങ്ങൾ സത്യത്തിൽ ഒരു കോമഡി എലിമെന്റ് കൊണ്ടുവന്നു. ഞങ്ങൾ കുറെ ചിരിച്ചു, രസിച്ചു, എല്ലാരും ഉഗ്രനായിരുന്നു. പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇതുപോലൊരു വയലിനിസ്റ്റും തബലയും കീബോർഡ്. അല്ല സർ, കാരണം നമ്മളൊക്കെ പാടിക്കൊണ്ടിരിക്കുമ്പോഴേ ഇവര് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി. എം ജി സർ, ഒരു മാജിക് നടന്നു. വയലിന്റെ ഉള്ളിൽ നിന്നും വന്നത് ഫ്ലൂട്ടിന്റെ ശബ്ദമായിരുന്നു. ഫ്ലൂട്ട് വായിക്കും വയലിൻ വെച്ച് അറുത്തോണ്ടിരിക്കുകയാണ്. ശാരി മേരി രാജേശ്വരി, ശാരി മേരി രാജേശ്വരി. നേര് പറഞ്ഞാൽ പിണങ്ങല്ലേ, കൂലിക്കാളിനെ വിട്ടെന്നെ തല്ലല്ലേ കൊല്ലല്ലേ. യശിന്റെ മാസ്റ്റർ പീസ് അത് 3. അവിടെ എന്തായിരുന്നു പുതിയൊരു സ്റ്റെപ്പ് യശിന്റെ? ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ. അത് ഫിലിമിൽ ഞാൻ കണ്ടു, പിന്നെ അത് കുറച്ച് ഞാൻ എക്സാജറേറ്റ് ചെയ്തു. ഫിലിമിൽ ശരിക്കും ബീറ്റ് പിടിക്കുവാണ്, പിന്നെ അത് കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ട് നമുക്ക് 4 സ്റ്റെപ്പ് മതി, നമ്മൾ വണ്ടി ഓടും. നന്നായിരുന്നു യശ്, വെരി നൈസ്, ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. ചോദിക്കാം ചേച്ചി, എന്താ പറയാ, ഈ പാട്ട് ഒന്നാമതൊരു സൂപ്പർ ഹിറ്റ് പാട്ടായിരുന്നു. അത് ഇപ്പോഴും ഈ പാട്ട് കേൾക്കുമ്പോൾ ഇതിനകത്ത് പല ടൈപ്പ് ഓഫ് മ്യൂസിക്കിനെ കോമിക്കലി കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? ഈ പാട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ പല രീതികളിലൂടെ ഒരു കച്ചേരി അവതരിപ്പിക്കുന്ന പോലെ, പിന്നെ ഇംഗ്ലീഷ് വെസ്റ്റേൺ വേർഷനും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫാന്റാസ്റ്റിക് ഒരു പെർഫോമൻസ് ആണ് ഈ പാട്ട് ശരിക്കും. അത് നിങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തത് വാസ് ഫാന്റാസ്റ്റിക്. പിന്നെ യഷിന്റെ പാട്ട്, യഷ് അസലായിട്ട് പാടി, ഫാന്റാസ്റ്റിക് സിംഗിങ് ആണ്. എനിക്കിതില് അവിടെ നടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും ഒക്കെ പാടുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ടെൻഷനായിരുന്നു. കാരണം ഇങ്ങനെ എഴുന്നേക്കുക ഇടയിൽ, പാട്ടിൻ്റെ ഇടയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാൽ അത് മാനേജ് ചെയ്തു. ഒരു സ്ഥലത്ത് മാത്രം കണ്ടാണ് ശ്വാസം ഒരു പ്രോബ്ലം തടസ്സമായി വന്നത്. ഇറ്റ്സ് ഹ്യൂമൻ, എല്ലാവരും ഹ്യൂമൻ ആണല്ലോ. അപ്പം അതൊരു ഫാന്റാസ്റ്റിക് എഫേർട്ട് തന്നെയായിരുന്നു. ഇത് ഈ കോസ്റ്റ്യൂംസ് ആയാലും പാടുമ്പോൾ ഇപ്പോൾ ഓരോ വരികളായാലും, മലയാളം അധികം വശമില്ലാത്ത ഒരാളാണ്, എന്നാൽ പോലും ഒരുപാട് യശ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഫാന്റാസ്റ്റിക്. നമ്മുടെ ഓർക്കസ്ട്ര കാലക്കനായിരുന്നു, സൂപ്പർ. ഈ സെലക്ഷന് ഒരു വലിയ കയ്യടി തരുന്നു. അതോടൊപ്പം മനോഹരമായി പാടിയതിനും പ്രസന്റ് ചെയ്തതിനും ഓൾ ദ വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ചേച്ചി. ശരത് സർ. യശേ, സൂപ്പർ യശ്, താങ്ക് യു സർ. മനോഹരം. കാര്യം യശ് എനിക്ക് ആകെ തോന്നിയത് ഈ 5 വയസ്സുള്ള തൊട്ട് അതൊരു ഒരു കൃത്യം താളത്തിന്. കാരണം നമ്മളിതൊരു കുറച്ചൊരു താളവും കൂടെ വേണ്ടേ. അതെന്താണ് അത് 5 വയസ്സും 15 വയസ്സൊന്നും യഷിന് ഇഷ്ടമല്ലേ? അല്ല, എനിക്ക് ആക്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ലിറിക്കലി കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് പിന്നെ ഡാൻസ് കളിച്ചിട്ട് പാടാൻ. താളം അവിടെ എന്താണ് ഇത്ര കുളമാക്കിയതെന്നാ ഞാൻ ചോദിച്ചു വരുന്നത്.
പിന്നെ മരിച്ചപ്പോൾ ഒന്ന് പാടെന്തൊക്കെയാണ് എന്താന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ മരിച്ചപ്പോൾ പാവം വിഡ്ഢികൾ കാമുകന്മാർ കെട്ടിത്തൂങ്ങി മരിച്ചപ്പോൾ അട്ടഹസിച്ചു അത് മതി ആണോ എന്താ ചെറിയതായാണ്. അപ്പൊ അതിനൊക്കെ ഒരു ക്ലാരിറ്റി വേണം. ഓക്കെ സർ. ഉഗ്രം പാട്ടുകാരനാണ്, അതിലൊന്നും നമുക്ക് ഒരു ഡൗട്ടും ഇല്ല. പിന്നെ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ഓർക്കസ്ട്ര, കൂടെ നിന്നവർ, അവരാ ഞെട്ടിത്തെറിച്ചതാ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ശാരി മേരി രാജേശ്വരി, ശാരി മേരി രാജേശ്വരി, ശാരി മേരി രാജേശ്വരി. പിന്നെ ആക്ട് ഡാൻസ് ഒക്കെ വണ്ടർഫുൾ. എനിക്ക് കുറെ ഇഷ്ടമായി യശിന്റെ ചില സ്റ്റെപ്പുകൾക്ക്. ഞാൻ അടിമ. അപ്പൊ അത്രേ ഉള്ളു യശേ. അപ്പൊ ഇതൊക്കെ കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറേ കൂടെ ഗും വരും. അതുപോലെ എല്ലാവരും ബാക്കി നിങ്ങളെല്ലാവരും വണ്ടർഫുൾ, നോ ഡൗട്ട്. താങ്ക് യു സർ. താങ്ക് യു. ഷാനിക്ക. യഷ് ആൻഡ് ബാൻഡ് സർ ഒരു കമ്പൈൻഡ് പെർഫോമൻസ് ആയിരുന്നു. അത് എല്ലാവരും കലക്കി, അങ്ങനെ പറയാം. വിശ്വസിക്കാൻ പറ്റിയ ഒരു ബാൻഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇൻസ്ട്രുമെന്റ് അവിടെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ ബാൻഡിൽ കയറ്റുമോ എന്നുള്ളത് സംശയമാണ്. പക്ഷെ ആ ഒരു ഹോൾ ആക്ടൊക്കെ രസമായിരുന്നു. നിങ്ങൾ ഇതൊക്കെ വലിച്ചെറിഞ്ഞില്ലേ, അത് ആ മൊത്തം പെർഫോമൻസ് റൗണ്ടുകളുടെ ഇതുവരെ ഉണ്ടായിരുന്ന പെർഫോമൻസ് സോങ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ ബെസ്റ്റ്. താങ്ക് യു സർ. അപ്പം യശ്, എനിക്ക് ഈ 5 വയസ്സുള്ള മ്യൂസിക്കലി നോക്കുമ്പോൾ 5 വയസ്സുള്ള എന്ന് പറഞ്ഞൊരു സംഭവം, പിന്നെ ആ ഏക് ദോ തീനിലേക്കുള്ള ആ ഒരു സ്ലിപ്പ്, ബാക്കിയൊക്കെ നല്ല കൺട്രോൾഡ് ആയിട്ട് തന്നെ യശ് പാടി കേട്ടോ. കാരണം ഇത്രയും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പാടണമല്ലോ. അപ്പൊ ഗുഡ് ജോബ്, യു ഡിഡ് എ ഗുഡ് ജോബ്, അതിൽ സംശയമൊന്നുമില്ല. സിംഗിങ് ഓൾസോ ഭയങ്കര കൺട്രോൾ സിംഗിങ് ആയിട്ട് 1-2 സ്ഥലത്ത് ചെറിയ ചെറിയ അക്കടികൾ പറ്റിയിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു താങ്ക് യു ഷാനിക്ക. MG സർ. യാഷ് കുട്ടാ സർ. കായലേക്ക് താങ്ക് യു സർ. നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ 1 കോടി രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞാലും ഞാൻ ഈ ഓർക്കസ്ട്ര വിളിക്കത്തില്ല, എൻ്റെ അമ്മോ. പക്ഷെ നിങ്ങൾ കലക്കി കേട്ടു. ആ വയലിനും തബലയും ഇടയ്ക്കിടയ്ക്ക് പുള്ളി അങ്ങോട്ട് പോവുക, എന്നിട്ട് പിടിച്ചോണ്ട് വരിക. യാഷ് നന്നായിട്ട് പാടി കേട്ടു. സംഗതികളൊക്കെ വളരെ രസമായിട്ട് പാടി. ഇറ്റ്സ് ഡിഫിക്കൽട്ട്. കാരണം രവീന്ദ്രൻ മാസ്റ്റർ ഒരു സമയത്ത്, അതായത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഗാനമേളയ്ക്ക് സ്ഥിരമായിട്ട് ഗാനമേള എന്ന് തന്നെയാണ് ഇതിൻ്റെ പേരും, പടത്തിൻ്റെ പേരും ഗാനമേളയാണ്. എല്ലാ ഗാനമേളക്കാരും അന്ന് പാടിക്കൊണ്ടിരുന്ന പാട്ടാണ്. ഒരുപാട് വേരിയേഷൻസ് ഉള്ള ഒരു പാട്ട്. പക്ഷേ താളം കുറച്ച് സ്ഥലത്ത് പോയിട്ടുണ്ട്. അതായത് ശാരി മേരിയിൽ പോയി, 15 കഴിഞ്ഞാൽ പോയി, പിന്നെ മരിച്ചപ്പോൾ, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ താളം പോയിട്ടുണ്ട്. എങ്കിലും ടോട്ടലി നന്നായിട്ട് പാടി, നല്ല രസമായിട്ട് പാടി, നല്ല പ്ലസൻ്റ് ആയിരുന്നു. പിന്നെ മഞ്ജരിയെല്ലാം കൊണ്ടുവന്ന് വെച്ചൊരു എന്താ പറയുന്ന ഒരു രസകരമായിട്ടുള്ളൊരു എൻഡിങ്ങും വന്നു. അപ്പോൾ ടോട്ടലി നന്നായിരുന്നു. നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നല്ല മനോഹരമായിട്ടുള്ള ഒരു എൻഡിങ്, അതാണ് എനിക്കിഷ്ടപ്പെട്ടത്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. വെരി ഗുഡ്, നന്നായിരുന്നു. താങ്ക് യു സർ. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചേച്ചി. യഷ്, ഈ പെർഫോമൻസിന്, ഈ തകർപ്പൻ പെർഫോമൻസിന് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടിയുള്ള ഒരു മാർക്കാണ് 9.3. താങ്ക് യു മാം. താങ്ക് യു. യശേ സർ. 9 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക. 9. താങ്ക് യു സർ. MG സർ. ഇതെന്തോന്നാ, അതെന്തോ പണ്ട് പ്രാവ് പറക്കുന്ന ഇങ്ങനെ വിസിറ്റിംഗ് കാർഡ് വെച്ചിട്ടാണ് കാണിക്കുന്നത്. എൻ്റെ കിളി പോയി പാട്ട് കേട്ടിട്ട്. ഓക്കെ, സോ ടോട്ടൽ 27.3. താങ്ക് യു. Super star.